അഗ്നിക്ക് ഫോൺ ചെയ്ത് ഇങ്ങോട്ട് വരാൻ പറയേ. വേണ്ട, അവൾ ഇവിടെ വരികയാണെങ്കിൽ ആ പുസ്തകം കൊണ്ടായിരിക്കും വരുന്നത്. അത് നമുക്ക് ബുദ്ധിമുട്ടാവും. അങ്ങനെയാണെങ്കിൽ ആ ബുക്ക് അവിടെ വെച്ചിട്ട് വരാൻ പറയേ. അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ ബുക്ക് അവിടെ തന്നെ വെച്ചിട്ട് വന്നാ ബാക്കിയുള്ളവർക്കും ബുദ്ധിമുട്ടാവും, സൂര്യ ഉൾപ്പെടെ. അതിനൊരൊറ്റ വഴിയേ ഉള്ളൂ, ഞാൻ തന്നെ അവിടെ പോണം. എന്താ ചെയ്യണ്ടേന്ന് അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുമുണ്ട്. നീ പേടിക്കാതെ പോയിട്ട് വാ, ദൈവം നിന്റെ കൂടെ ഉണ്ടാവും. ചെയ്യല്ലേ, അവര് തെറ്റിദ്ധരിക്കില്ലേ? മൂന്നാമത് ഒരാളുണ്ടാവും. ഇതൊക്കെ നമുക്ക് രാത്രി മതി. മിണ്ടാതെ നിന്നോണം അവിടെ. കുട്ടി കുട്ടി, ഞാനിതാ വന്നു. എനിക്ക് മനസ്സിലായി, നിങ്ങളുടെ കൂടെ വന്നിരിക്കുന്ന ആ ഭ്രാന്തി ഏതാ? ഇതെന്റെ ഭാര്യയാണ്, ഭ്രാന്തി ഒന്നുമല്ല. എന്നെ ഭ്രാന്തത്തിന്ന് പറഞ്ഞോ? എന്തിനാ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്? അല്ല, ഞാനൊന്നും വിളിച്ചോണ്ട് വന്നതല്ല, അവളായിട്ട് വന്നതാ. നിങ്ങൾ കാശ് എന്ന കാര്യം ഞാൻ ഇവളോട് പറഞ്ഞു. ഇവള് വിശ്വസിക്കാതെ വന്നു. ഞാനൊന്ന് തെറ്റ് ചെയ്യുന്ന പോലെ ഇവള് എന്നെ സംശയിക്കാ. അതുകൊണ്ടാ. നിങ്ങൾ അതൊന്നും കാര്യാക്കാൻ നിൽക്കണ്ട. അതിലും പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ദൂരെ നിന്ന് എവിടുന്നോ ഒരാൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. അവൻ എനിക്ക് തീരെ ഇഷ്ടമല്ല. അത്രയല്ലേ ഉള്ളൂ, അതിനെ കുറിച്ച് വിഷമിക്കണ്ട. എല്ലാം ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ ആരെ നോക്കിക്കോളാം? മനസ്സിലായില്ലേ നേരത്തെ അവളെ കുറിച്ച് ഞാൻ എന്തിനാ അങ്ങനെ ചോദിച്ചെന്ന്? ഇപ്പൊ മനസ്സിലായി. എന്നെ അങ്ങോട്ട് വിളിച്ചോണ്ട് വന്നേന്ന് എന്നെ കട്ടപ്പ, എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട്. എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ഒരുപാട് പണം കിട്ടാൻ പോവാ. അത്രയും പണം നിങ്ങൾ സ്വപ്നത്തിൽ പോലും കണ്ടു കാണില്ല. നിനക്കും നിന്റെ ഭാര്യയ്ക്കും ആവശ്യത്തിൽ കൂടുതൽ പണം കിട്ടും. അതിനു പകരം നിങ്ങൾ എനിക്കൊരു സഹായം ചെയ്യണം. അതിനെന്താ, എന്ത് വേണമെങ്കിലും പറഞ്ഞു ഞാൻ ചെയ്യാം. എന്തോന്നാ? നിങ്ങൾ പറഞ്ഞോളൂ. ഇപ്പൊ ഇവിടുന്ന് പോവാൻ നോക്ക്. അല്ല, അപ്പം കാശൊന്നും തരുന്നില്ലേ? പോകാനല്ല പറഞ്ഞത്. പോകാം പോകാം. ഗൗരി, എന്താ? എന്നെ വിളിക്കുന്നു. എന്താ വിളിച്ചേ? നീ പൊയ്ക്കോ, എനിക്ക് അവളോട് മാത്രം സംസാരിക്കണം. എന്നാ ശരി. എന്നെ തനിച്ചാക്കി പോവലെന്നേ. നിന്നോട് സംസാരിക്കണോ അത്രേ? നീ വിശ്വസിച്ചില്ലല്ലോ. ഇപ്പൊ കേട്ട് എന്താ പറയുന്നത്? ഇവിടെ ഒന്ന് കേട്ടിട്ട് വാ. സംസാരിച്ചോ. ഗൗരി, ഒന്നുകൊണ്ട് പേടിക്കണ്ട. നിന്റെ ഭർത്താവ് വളരെ നല്ലവനാ. നിങ്ങളെ രണ്ടുപേരെയും ഞാൻ സഹായിക്കും. അതുകൊണ്ട് ഇപ്പൊ ഇവിടുന്ന് പോകാൻ നോക്ക്. ഞാൻ പോയിട്ട് വരാം. എന്താടി രണ്ടുപേരും ഫ്രണ്ട്സ് ആയോ? എന്തൊക്കെയോ സംഭവിക്കുന്നു. നിങ്ങൾ ഫ്രണ്ട്സ് ആയ കാര്യമൊക്കെ കൊള്ളാം, പക്ഷെ ഒറ്റക്കൊന്നും ഇങ്ങോട്ട് വന്നേക്കരുത് കേട്ടോ, മനസ്സിലായ? എന്നാ വരട്ടെ. ഇപ്പൊ നിനക്ക് വിശ്വാസം വന്നോ? നമസ്കാരം സാർ. നമസ്കാരം. ആരെങ്കിലും കാണാനായിട്ട് വന്നാണോ? അതെ, മേഘയെ കാണാനാണ് വന്നേ. അവളെന്റെ അനിയത്തിയാ. ദൂരെ നിന്ന് എവിടുന്നോ ഒരാൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. അവൻ എനിക്ക് തീരെ ഇഷ്ടമല്ല. വളരെ ദൂരത്തൊന്നും വന്ന പോലെ ഉണ്ടല്ലോ. അതെ, ബാംഗ്ലൂരിന്ന്. നിങ്ങളുടെ അനിയത്തി അകത്ത് ഫ്രണ്ട്സുമായിട്ട് സംസാരിച്ചോണ്ടിരിക്കാ, പോയി കണ്ടോളൂ. താങ്ക് യു. വരൂ സാറേ. ചേട്ടാ, ഒരു കോഫി കിട്ടുമോ? ഇരിക്കെ സാറേ. ഇതിനു മുമ്പ് ഞാൻ നിങ്ങളിവിടെ കണ്ടിട്ടില്ലല്ലോ. ഇങ്ങോട്ട് പുതിയ ആളാണോ? വേറെ അങ്ങോട്ടെങ്കിലും പോവാണോ? എല്ലാത്തിനും മൂടുന്നല്ലോ. ആരാ ഇവൻ? ഇവനെ കണ്ടിട്ട് അത്ര പോരല്ലോ.
അയ്യോ 2 ചായ നഷ്ടാകും. ചേട്ടാ 2 ടീ. ഇപ്പൊ തരാം. ഇതാ വെച്ചോ. ഒരു ചെറിയ ഹെൽപ്പ്. ബാഗ് ഇവിടെ തന്നെ ആയിരിക്കുന്നേ. കുഴപ്പമൊന്നുമില്ലല്ലോ. ശരി. എന്തു പറ്റി? എത്രയും പെട്ടെന്ന് നിനക്ക് ഒരുപാട് പണം കിട്ടാൻ പോവാ. മേഘയുടെ ദേഹത്തില് ഏതോ ഒരു ദുഷ്ടാത്മാവ് കടന്നുകൂടിയിട്ടുണ്ടെന്ന് എന്റെ അച്ഛൻ കണ്ടുപിടിച്ചിരിക്കുന്നു. ഇപ്പൊ അവള് കാരണം നിങ്ങളെല്ലാവരും ഒരു പ്രശ്നത്തിലാണ്. പ്രശ്നോ? നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? അത് അച്ഛന് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. ഇതിനെല്ലാത്തിനും കാരണം നിന്റെ കയ്യിൽ നീ എടുത്തുകൊണ്ട് വന്ന ആ ബുക്കാ. കണ്ടില്ലേ, ഞാൻ അപ്പോഴേ പറഞ്ഞതാ. ഞാൻ പറഞ്ഞപ്പോ ഇവരാരും ഇത് വിശ്വസിക്കാൻ തയ്യാറായില്ല. ഇപ്പോഴെങ്കിലും ഒന്ന് വിശ്വസിക്കോ? ഒന്നും മിണ്ടാതിരിക്കെ. കുറെ വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 700 വർഷങ്ങൾക്ക് മുമ്പ്, ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. പേര് കസ്തൂരി. ഒരു രാജകുടുംബത്തിലെ കുട്ടിയായിരുന്നു. അവളൊരു പ്രേമത്തിലകപ്പെട്ടു. ആദിത്യ എന്നൊരു ചെറുപ്പക്കാരനെ സ്നേഹിച്ചു. ആ പയ്യനും ഒരു രാജകുടുംബത്തിലെ അംഗമായിരുന്നു. ആദിത്യന്റെ അമ്മയച്ഛനും അവരുടെ രണ്ടുപേരുടെ സ്നേഹം അംഗീകരിച്ചില്ല. അതിന്റെ കാരണം എന്താണെന്നറിഞ്ഞൂടാ. കസ്തൂരിയുടെ കുടുംബക്കാർക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായി. കാരണം ആദിത്യന്റെ കൂട്ടുകാർ കുറച്ച് വലിയ കൂട്ടരായിരുന്നു. അങ്ങനെ അവര് ഒരു മന്ത്രവാദിയുടെ സഹായം തേടി. ഇത് നോക്കിയേ, അവർ കേട്ടാൽ ഒരു കുഴപ്പമില്ല. നിങ്ങൾ പറഞ്ഞു. അദ്ദേഹം ദുഷ്ടശക്തികളുടെ സഹായത്തോടെ കസ്തൂരിയെ കൊണ്ട് ആത്മഹത്യ ചെയ്യിച്ചു. ഇതല്ലാതെ മറ്റൊരു കാര്യം കൂടെ ചെയ്തു. കസ്തൂരിയുടെ ആത്മാവ് ഒരിക്കലും പുറത്തു വരാതിരിക്കാൻ വേണ്ടി ഒരു ബുക്കിൽ അതിനെ കെട്ടിബന്ധിച്ച് അത് ഒളിപ്പിച്ചു വെച്ചു. എന്ന് ആ ബുക്ക് നിന്റെ കയ്യിൽ വന്നോ, അപ്പൊ സംഭവിക്കാൻ പാടില്ലാത്ത എല്ലാം സംഭവിച്ചു. എത്രയോ വർഷത്തോളം മറച്ചു വെക്കപ്പെട്ട ആ ബുക്ക് ഒരു മന്ത്രവാദിയുടെ മന്ത്രശക്തിയിൽ നിന്ന് മോചിക്കപ്പെട്ട് അതിൽ ബന്ധിച്ചിരുന്ന കസ്തൂരിയുടെ ആത്മാവ് പുറത്തേക്ക് വന്നു.